14-ാമത്തെ വയസ്സിൽ അച്ഛൻ രോഗബാധിതനായി. 17-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു. എൻ്റെ മനസ്സിൽ വളരെ വർഷങ്ങളായി താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മോഹമുണ്ട്. കടിച്ചു പിടിച്ചുകൊണ്ട് ആ തെങ്ങിൽ നിന്ന് ഇരുട്ടത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് ഇറങ്ങി വിശപ്പകറ്റിട്ടുണ്ട്. കഥയിലും കവിതയിലും എല്ലാം ഞാൻ എങ്ങനെ എഴുതാൻ നോക്കിയാലും അത് കയറി വരും. വിനീത് ശ്രീനിവാസൻ ചേട്ടനെ കൊണ്ട് ഞാനൊരു പാട്ട് പാടിച്ചിരുന്നു. ഈ അടുത്തിടെ ചെന്നൈയിലായിരുന്നു അതിൻ്റെ റെക്കോർഡിങ്. മില്ലേനിയസിൽ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ആലപ്പി ഫിഷറീസിൽ 17 വർഷമായിട്ട് അവിടെ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ ബൈജു സി ആണ്. എന്തുകൊണ്ട് അദ്ദേഹം ഈ സീറ്റിലേക്ക് ഇന്ന് എത്തി, അതിൻ്റെ പിന്നിൽ വളരെ രസകരമായ ഒരു കാരണം തന്നെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. നമുക്ക് അദ്ദേഹത്തിൽ തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം സർ. നമസ്തേ. സുഖമായിട്ടിരിക്കുന്നു? സുഖം തന്നെ. 17 വർഷമായിട്ട് ഗവൺമെൻറ് ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഈ ഒരു സീറ്റിലേക്ക് സാധാരണ ബിസിനസ് പോഡ്കാസ്റ്റുകളിലൂടെ ബിസിനസ് പ്രൊമോഷൻസ് രീതിയും അങ്ങനെയും സെലിബ്രിറ്റീസും അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചേട്ടൻ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റിനെ ബൂസ്റ്റ് ചെയ്യാനോ ചേട്ടൻ്റെ കമ്പനീനെ ബൂസ്റ്റ് ചെയ്യാനോ ഒന്നും അല്ല. പിന്നെ എന്താണ് സ്പെഷ്യലായിട്ടുള്ള സംഭവം ചേട്ടൻ തന്നെ പറയും. ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും എൻ്റെ മനസ്സിൽ വളരെ വർഷങ്ങളായി താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മോഹമുണ്ട്. ആ മോഹമെന്ന് പറയുന്നത് എല്ലാവരിലും ഉള്ളതാണ്, എല്ലാവരും സ്വപ്നം കാണാറുള്ളതാണ്. അതായത് മലയാള സിനിമ രംഗത്തോ അല്ലെങ്കിൽ ടെലിവിഷൻ രംഗത്തോ ഒരു തൻ്റേതായ ഒരു വ്യക്തിമുദ്ര അതിൽ പതിപ്പിക്കുക എന്നുള്ള ഉദ്ദേശലക്ഷ്യം വെച്ചുകൊണ്ട് കവിതകളും കഥകളും എഴുതുകയും അത് പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഏകദേശം 2010 സർക്കാർ സർവീസിൽ ഫിഷറീസ് വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു. അന്നു മുതലേ ഈ മോഹം ചെറുതായി മുളച്ചു വന്നുകൊണ്ടിരുന്നു. അന്ന് മുതലേ ഈ മോഹമുള്ളൂ? ചെറുപ്പം മുതലേ ഈ മോഹം? ഇല്ല, ചെറുപ്പം മുതലേ മോഹമില്ല. അപ്പൊ ചെറുപ്പത്തിലൊന്നും ചേട്ടൻ ഇങ്ങനെ എഴുതുവോ, കവിത എഴുതുവോ ഒന്നും ചെയ്തിട്ടില്ല? ചെറുപ്പത്തിൽ കവിത എഴുത്തില്ല. ഇല്ലില്ല. കവിത എഴുതാനുള്ള ഒരു മനോധൈര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു മാനസികാവസ്ഥ ആ അവസരത്തിൽ ഉണ്ടാകുന്ന തരത്തിലല്ലായിരുന്നു എൻ്റെ ബാല്യമല്ല എന്നുള്ളതല്ല, ഒരു ജീവിത രീതിയല്ല മാഡം, ജീവിതത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള ഗമനം. കാര്യം ഒരുപാട് പ്രാരാബ്ധങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അതായത് ഞാൻ ഏകദേശം ഒരു 1.25 ഏക്കർ വസ്തുവകൾ എൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നു. അതും അമ്മയുടെ ഭൂസ്വത്തുക്കളായിരുന്നു. അത് ഏകദേശം ഒരു 1 ഏക്കറോളം സ്ഥലം ഈ മുണ്ടകൻ പാടങ്ങളും വിരിപ്പ് പാടങ്ങളും ആയിരുന്നു. നെൽകൃഷിക്കുള്ള, എള്ള് കൃഷിക്കുള്ള വിരിപ്പ് പാടങ്ങളും നെൽകൃഷിക്കുള്ള മുണ്ടകൻ പാടങ്ങളും. അവിടെ ഈ 2 പേരുകൾ വന്നത്, മുണ്ടകൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡീപ്പാണ്, അതായത് പിന്നെ താഴ്ചയുള്ള കണ്ടങ്ങളാണ്. നമ്മുടെ ഭൂനിരപ്പല്ലത്. കണ്ടമെന്ന് പറയുമ്പോൾ ഒരു സ്വല്പം കൂടെ താഴ്ന്ന ലെവലിലാണ് നിൽക്കുന്നത്. ഈ മുണ്ടകപ്പാടം എന്ന് പറയുന്നത് സാധാരണ വയലുകളെ അപേക്ഷിച്ച് സ്വല്പം കൂടെ താഴ്ചയുണ്ട്. വിരിപ്പ് പാടമെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ മണ്ണ് പൊങ്ങിയിട്ടാണ്, കുറച്ചുകൂടി ഉയർന്നതാണ്. അതാണ് ഈ വിരിപ്പ് പാടവും മുണ്ടകം പാടും. ഇത് രണ്ടും നെൽകൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ 2 കൃഷിയിടങ്ങളും ഏകദേശം 1 ഏക്കറിന് മുകളിൽ സ്വായത്തമാക്കിയിരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. പിന്നെ നിരപ്പായ ഭൂപ്രദേശവും ഒരു 10-50 സെൻറ്റിനടുത്തുണ്ടായിരുന്നു, അച്ഛൻ്റെയും അമ്മയുടെയും വകയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ജനിക്കുമ്പോൾ ഒരാൾക്ക് സുഖം അനുഭവിക്കാൻ പറ്റത്തില്ല.
പറ്റും, പക്ഷെ അത് തിരിച്ചറിയാൻ കഴിയുകയില്ല. നമ്മൾ 1 വയസ്സുള്ള ഒരു കുട്ടി, 2 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അവനെ എത്ര താലോലിച്ചാലും ലാളിച്ചാലും അവന് തേനും പഴവും കൊടുത്താലും അവൻ എന്താണ് ഏതാണെന്ന് ഒന്നും അറിയുന്നില്ല. അവൻ എന്താണെന്നുള്ള സുഖം അവൻ അറിയുന്നില്ല. അവൻ ഓരോ വികൃതിത്തരങ്ങൾ കാണിക്കുന്നു, കരയുന്നു. അപ്പോൾ അച്ഛനും അമ്മയും അവനെ കൊഞ്ചിക്കുന്നു, ലാളിക്കുന്നു. അവനൊന്നും അറിയുന്നില്ല. ഭക്ഷണങ്ങൾ ആവശ്യത്തിന് കൊടുക്കുന്നു, അവൻ ആവശ്യപ്പെടുന്ന തേനും പാലും പഴവും എല്ലാം കൊടുക്കുന്നു. പക്ഷേ ഇതൊന്നും നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമല്ലത്. തിരിച്ചറിവിൻ്റെ ഒരു പ്രായമായി വന്നപ്പോൾ ജീവിതത്തിൽ കഷ്ടതകളും കടന്നുകൂടി. അതായത് എനിക്ക് 14 വയസ്സുള്ളപ്പോൾ, ഏകദേശം 10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന അവസരത്തിൽ എൻ്റെ അച്ഛൻ രോഗബാധിതനായി, സ്ട്രോക്ക് വന്ന് കിടപ്പിലായി. ചേട്ടൻ ഒരു മോനാണോ? 2 മക്കളാണ്, ഒരു സഹോദരിയുണ്ട്. ഇളയാളാണോ? ഇളയാളാണ്. മക്കളിൽ ഇളയ സന്തതിയാണ് ഞാൻ. അമ്മ ജോലിക്കൊന്നും പോകുന്ന ആളല്ല, വീട്ടിൽ കുടുംബകാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്ന ഒരു വീട്ടമ്മയാണ്. അച്ഛന് പലചരക്ക് കച്ചവടമായിരുന്നു. അത് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായി, അറിയാം. പിന്നെ അതിനുശേഷം ചായക്കടയും നടത്തിയിരുന്നു. എൻ്റെ ഓർമ്മയിൽ പലചരക്ക് കട നടത്തുന്ന അവസരത്തിൽ സാമ്പത്തികമായ യാതൊരു അല്ലലുകളും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല രീതിയിൽ കഴിഞ്ഞു. അതായത് എല്ലാവരും അന്നൊരു 10-40-50 വർഷത്തിന് മുമ്പുള്ള 10-40 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. അന്ന് എല്ലാവരും ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരു കാലത്ത് ബുദ്ധിമുട്ടറിയാതെ ജീവിച്ചിരുന്നവനാണ് ഞാൻ. പക്ഷേ 14 വയസ്സ് തൊട്ട് എൻ്റെ ജീവിതത്തിൽ ഇരുൾ മൂടി തുടങ്ങി. എങ്ങനെ? അച്ഛൻ രോഗശയ്യയിലായി, സ്ട്രോക്കായി. 14 വയസ്സിൽ, അതോടെ 10ാം ക്ലാസ്. കാര്യങ്ങളെല്ലാം അച്ഛന് പിന്നെ ബിസിനസ് നടത്താൻ പറ്റാതായി. പലർക്ക് കച്ചവടം കഴിഞ്ഞു. അതിൻ്റെ ഒരു സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ചായക്കട നടത്തി, ചായപ്പീടികയിൽ നിന്നൊക്കെ തുച്ഛമായ വരുമാനമേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ വലിയ ഹോട്ടൽ പോലത്തെ കടയൊന്നും അല്ലായിരുന്നു. ഒരു ചായയും ഒരു ബന്നും, ഇതായിരുന്നു അവിടുത്തെ കച്ചവടം. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ സമ്പാദ്യം കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ സുഖമായി കഴിഞ്ഞു എന്ന് പറയാം, എങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ രോഗശൈലിയിലേക്ക് വീണതിന് ശേഷം കുടുംബത്തിൻ്റെ പ്രാരാബ്ധവും കുടുംബ ചുമതലയും ഏറ്റെടുക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് 14 വയസ്സേ ഉള്ളൂ. 3 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. 17ാമത്തെ വയസ്സിൽ മരിക്കുന്നു. എനിക്കിപ്പോൾ 50 വയസ്സുണ്ട്. അപ്പോൾ ഏകദേശം 33 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല. BSc ഫിസിക്സ് ആയിരുന്നു ഐച്ഛിക വിഷയമായി എടുത്ത്, ഫിസിക്സ് ഐച്ഛിക വിഷയമായി എടുത്ത് BSc ഫിസിക്സിന് ഹരിപ്പാടിന് സമീപം നങ്ങിയാർകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് TK മാധവൻ മെമ്മോറിയൽ കോളേജിൽ BSc പഠനത്തിന് ചേർന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പഠനം പാതി വഴി ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനുശേഷം ജോലി കിട്ടി, സ്വന്തമായി ഒരു സമ്പാദ്യമായതിനു ശേഷം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BA സോഷ്യോളജി ബിരുദം കരസ്ഥമാക്കി. അപ്പോൾ ഈ ഒരു പഠന സമയത്തൊക്കെ കോളേജിൽ പഠിക്കുമ്പം പാട്ടിനോടുള്ളൊരു ഇഷ്ടം വരിക? ഉണ്ട്, പാട്ടിനോട് ഇഷ്ടമുണ്ട്. പക്ഷെ പാടാൻ ഒരു ബുദ്ധിമുട്ട്, ഒരു നാണമുണ്ടായിരുന്നു. ഓക്കെ. അപ്പം പക്ഷെ ഇതുവരെ ഒരു ഗ്രൂപ്പിൽ പോലും പങ്കെടുത്തിട്ടില്ലേ? പാടുന്നോ? ഞാൻ പിന്നെ എൻ്റെ ഓഫീസിൽ ഫംഗ്ഷനൊക്കെ പാടാറുണ്ട്. അല്ല, കോളേജ് ടൈമിൽ ഇല്ലായിരുന്നു. ഗ്രൂപ്പിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഷെയിം, എപ്പോഴും നാണമായിരുന്നു. നാണം ഉണ്ടായിരുന്നതിൻ്റെ കാര്യം ഞാൻ വെളിവാക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, 14ാമത്തെ വയസ്സിൽ അച്ഛൻ രോഗബാധിതനായി, 17ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു. 15-ൽ SSLC പൂർത്തിയാക്കുന്നു, 17 എന്ന് പറയുമ്പോൾ പ്രീ ഡിഗ്രി പൂർത്തിയാക്കുന്നു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞാൽ, അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഡിഗ്രിക്ക് ചേരുന്നത്. പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തിക അരക്ഷിതാവസ്ഥ കാരണം കഴിഞ്ഞില്ല, പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ഒരു മുണ്ടായിരുന്നു ഉള്ളത്, ഒരു മുണ്ട്. എന്നും കോളേജിൽ പോകുന്ന കുട്ടിക്ക് എനിക്ക് ഒരു മുണ്ടായിരുന്നു, വാസ്തവമാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു
അപ്പോൾ അച്ഛൻ നടത്തിക്കൊണ്ടിരുന്ന പലചരക്കും കാര്യങ്ങളും ഒന്നും ചേട്ടൻ എന്തുകൊണ്ട് അത്, സാധാരണ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തൊക്കെ, എന്തുകൊണ്ട് അത് മുന്നോട്ട് ചേട്ടൻ ചെയ്തില്ല? ഞാൻ എടുത്തില്ല എന്ന് പറയുമ്പോൾ ഓർക്കണം വേണം, 14-ാമത്തെ വയസ്സിൽ അച്ഛൻ രോഗശയ്യയിലാവും. അതെ, അപ്പോൾ ബിസിനസ് നടത്തിയിരുന്നത് ഏത് പ്രായത്തിലാന്ന് ഓർക്കണം. ഞാൻ 14-ാമത്തെ വയസ്സിൽ രോഗം അച്ഛനെ കാർന്നു നിന്നു. പക്ഷേ 14-ാമത്തെ വയസ്സിലെന്ന് പറയുമ്പം അച്ഛൻ ആ പ്രായത്തിൽ തന്നെ 14-ാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ അച്ഛൻ അന്ന് ഏകദേശം. അതെ, ഇപ്പൊ എന്റെ അച്ഛനും ഒക്കെ ഇതുപോലെ തന്നെ എന്റെ മുത്തശ്ശന് വയ്യാതെ വന്നിട്ട് എന്റെ അച്ഛൻ ഇതേപോലെ അച്ഛന്റെ 14-15 വയസ്സിൽ അച്ഛൻ ബിസിനസ്സിലേക്ക് കയറി. അന്ന് മുതൽ, കാരണം എൻ്റെ അച്ഛൻ്റെയും ഞാൻ കണ്ടതാണ്, അന്ന് മുതൽ എൻ്റെ അച്ഛൻ അന്ന് പിന്നെ കുറച്ച് നാളും കൂടെ പഠിച്ചു, പക്ഷേ പിന്നീട് പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ തൊട്ട് അച്ഛനായിരുന്നു ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേരുടെ കഥകളും ഇതൊക്കെ തന്നെയാണ്. കാരണം ആ സമയമാകുമ്പോഴത്തേക്ക് ഇവരുടെ മൂത്ത മകൻ ഈ പ്രായം എത്തുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയ്ക്കോ വയ്യായിക വരാം, വേറെ ആരും വീട്ടിലുണ്ടാവണം എന്നില്ല. അപ്പം പക്ഷെ എന്തോ കാരണത്താൽ ചേട്ടനത് ഇല്ല, എന്തോ കാരണത്താലെന്നല്ല, 14-ാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ ഞാൻ SSLCക്ക് പഠിക്കുകയാണ്. ആ സമയത്ത് പഠനമാണ് എൻ്റെ മുഖ്യ ലക്ഷ്യം. പഠിക്കാൻ മിടുക്കനായിരുന്നോ? അത്ര വലിയ മിടുക്കനൊന്നും ആയിരുന്നില്ല. എന്നിട്ടും ബിസിനസ്സിനകത്തേക്ക് ഒരു താല്പര്യമൊന്നും തോന്നിയില്ല. ബിസിനസ്സിനോട് വലിയ കമ്പ് ഇല്ലായിരുന്നു. എന്നാൽ അച്ഛനെ സഹായിക്കാറുണ്ടായിരുന്നു. അതായിരിക്കാം ഒരു പക്ഷേ താങ്കളെ ഒരു രീതിയിലും ബിസിനസ് അട്രാക്ട് ചെയ്തിട്ടില്ല, ഒരു രീതിയിലും അങ്ങോട്ട് ഒരു ആകർഷണം വരാത്തത് കൊണ്ടാവാം ഒരു പക്ഷേ അതിലേക്ക് നോക്കാതെ. എന്റെ അമ്മയ്ക്ക് എപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും, പഠിക്കുക അമ്മയുടെയും താല്പര്യം. ആ ഒരു വാക്കേ അമ്മ എന്നോട് പറയാറുണ്ട്. പഠിക്കുക, ഒരു ജോലി വാങ്ങുക എന്നുള്ളതാണ് അമ്മയുടെ എപ്പോഴുമുള്ള എന്നോടുള്ള സല്ലാപങ്ങളിൽ പ്രധാനമായും പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഇടയിൽ ഈ ഒരു പ്രായത്തിലൊന്നും മത്സരത്തിൽ പങ്കെടുത്തിട്ടുമില്ല, പാട്ട് എഴുതിയിട്ടുമില്ല, പക്ഷേ ഇത്തരത്തിലുള്ള ബുക്കുകൾ കളക്ട് ചെയ്ത് വായിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നോ? കവിതകൾ? ഞാൻ പിന്നെ ഹരിപ്പാട് കേരളവർമ്മയാണോ കേരള കാളിദാസ മെമ്മോറിയൽ ഒരു ഗ്രന്ഥശാലയുണ്ട്. എനിക്ക് ആ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, കേരള വർമ്മ എന്നാണ് തോന്നുന്നു. പിന്നെ ഒരു വായനശാലയുണ്ട്. ഞാൻ ആ വായനശാലയിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പോയിരുന്ന് പുസ്തകങ്ങളല്ല, പേപ്പർ വായിക്കും. 3-4 പേപ്പർ വായിക്കും. മനോരമ, മാതൃഭൂമി, ഒരു ഇംഗ്ലീഷ് പത്രവും വായിക്കും. അവിടെ ഹിന്ദു ഉണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ്സും ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം കൂടെ വായിക്കും. ആദ്യം മലയാളം വായിച്ചിട്ട് ഇത് വായിക്കുന്നു. അന്നേരം ലൈബ്രറിയിലാകുമ്പോൾ ബുക്കുകൾ അവൈലബിൾ ആണ്, കവിതകൾ വായിക്കാറുണ്ടായിരുന്നില്ല? ഞാൻ കവിതകൾ വലുതായിട്ട് ഇല്ല. ഓക്കെ, അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വർഷങ്ങളോളം കിടന്നൊരാഗ്രഹമൊന്നും അല്ല, ഇത് പറയാനും പറ്റില്ല. പിന്നീട് ജോലിയിലെത്തി, ജോലി കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ എങ്ങനെയാണ് ചേട്ടൻ ഇതിനോടുള്ള പ്രത്യേക ഒരു ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായതൊക്കെ? മനസ്സ് ഒന്ന് ഏകാഗ്രമായതിനു ശേഷം, മനസ്സിലെ ആധികളും വ്യാധികളും ഒഴിഞ്ഞ് എല്ലാം കെട്ടടങ്ങി ഒരു തണുത്ത മഴ പെയ്ത് ശാന്തമായതുപോലെ മനസ്സ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു മാനസിക അന്തരീക്ഷം ഉണ്ടായത്. ഓക്കെ, അതിനുശേഷം ഇപ്പം എഴുതി തുടങ്ങി, ഒരുപാട് കവിതകൾ എത്ര കവിതകൾ എഴുതിയിട്ടുണ്ടാവും? കവിതകൾ ഒരു 10-50 എണ്ണം എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതുവരേക്കും ഒരു കവിത പോലും പബ്ലിഷ് ചെയ്യാനായിട്ട് എന്നോട്, ഞാനിങ്ങനെ എഴുതുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പലരും പറയും അത് പബ്ലിഷ് ചെയ്യണമെന്ന് പറയും. എൻ്റെ ഓഫീസിലുള്ള സ്റ്റാഫുകൾ പലരും പറയും അത് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ ഞാൻ അത്ര വലിയ ഗവനിക്കാറൊന്നുമില്ല. പബ്ലിഷ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളെ അത് ശ്രദ്ധിച്ചില്ല. പിന്നെ എനിക്ക് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്നൊരു ഭൂതോദയം ഉണ്ടായി, ഇതൊന്ന് പബ്ലിഷ് ചെയ്താലെന്താ? നമ്മളിങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ പേറുന്നുണ്ടല്ലോ, സിനിമാ രംഗത്ത് വരണം, ടെലിവിഷൻ രംഗത്ത് വരണം. അങ്ങനെയാണെങ്കിൽ ഈ എഴുത്തെന്ന് പറയുന്നത് നല്ലൊരു മാർഗമാണല്ലോ, ഇങ്ങനെ ഉയരങ്ങളിലെത്താൻ ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണല്ലോ ഇതുപോലെ തന്നെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയെങ്കിൽ പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് മനസ്സിൽ ഉരുണ്ടുകൂടി, അതായത് പെട്ടെന്ന് മാനത്ത് കാർമേഘം ഉരുണ്ടുകൂടി ഒരു മഴ പെയ്യുന്നത് പോലെയായിരുന്നു ഈ നമ്മുടെ ആ ഒരു ത്വര മനസ്സിൽ. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ചേട്ടന് ശരിക്കും കവിതയോടുള്ള താല്പര്യം കൊണ്ടാണോ അതോ ഒരു ഫെയിം ആവണം, അതായത് സീരിയലുകളിലൂടെ സിനിമകളിലൂടെ അറിയപ്പെടണം എന്നുള്ളതായിരുന്നോ കൂടുതലൊരു? അറിയപ്പെടണമെന്നുള്ളത് തന്നെയായിരുന്നു ഉള്ള കാര്യം, വ്യക്തമായി പറയണമല്ലോ, നമ്മൾ കള്ളം പറയുന്നത് ഇഷ്ടമല്ലല്ലോ.
അപ്പൊ അതിനു വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിൽ എന്ത് കഴിവാണുള്ളത്, അത് എൻ്റെ ഈ പുറത്തെടുക്കാൻ കവിത, തുടങ്ങി. അത് പുറത്തെടുക്കാൻ തുടങ്ങി. അതിനു വേണ്ടി പുറത്തെടുക്കാൻ തുടങ്ങി. തുടങ്ങിയത്. വളരെ രസകരമായ ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അങ്ങനെ സിനിമയാണോ ടെലിവിഷനാണോ കൂടുതൽ മോഹിപ്പിച്ചിരിക്കുന്നത്? രണ്ടും പ്രിഫർ ചെയ്യും. ഒരുപോലെയാണ് രണ്ടും. അഭിനയത്തിലേക്ക് താല്പര്യമില്ലേ? അഭിനയത്തിൽ എനിക്ക് എൻ്റെ ഒരു മനസ്ഥിതി അനുസരിച്ച് സൗന്ദര്യം അത്ര പോരാ എന്ന് തോന്നുന്നു. എന്നാൽ നമ്മൾ ഓരോ നടന്മാർ നമ്മൾ എടുത്തു പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ സൗന്ദര്യം ഇല്ലാത്തൊരു, പ്രത്യക്ഷത്തിൽ സൗന്ദര്യം ഇല്ല എന്ന് തോന്നുന്ന പല നടന്മാരും മലയാള ഭാഷയിൽ, മലയാള സിനിമയിൽ വളരെ വലിയ പങ്ക് അവരുടേതായിട്ട് ഉണ്ട്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ മടിച്ചു? എന്തിനാണ് അത് മടിച്ചത്? കിട്ടിയാലും ഒരു കൈ നോക്കൂ. ഓക്കെ, അപ്പൊ അതും ഒരു ആശ മനസ്സിലുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ എവിടെയോ ഒളിച്ച് കിടന്നിരുന്ന ആ ഒരു കവിതാ മോഹം ഈ ഒരു സെലിബ്രിറ്റി ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിനിമയിലൂടെ ടെലിവിഷനിലൂടെ ലോകം മുഴുവൻ എല്ലാവരും അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം, അതിനു വേണ്ടിയിട്ട് കവിതകൾ പൊടി തട്ടി എടുത്തു തുടങ്ങി എന്ന് പറയാം. കവിതയെ ആശ്രയിച്ചു. അതിനു വേണ്ടി കഥകൾ എഴുതാറുണ്ട്. ഒരു 10-15 ചെറിയ കഥകൾ എന്ന് വെച്ചാൽ വലിയ ലെന്തിയല്ല. മനസ്സിലായി, ചെറുകഥകൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെറുകഥകളും ഈ കവിതകളും വെച്ച് എന്തുകൊണ്ടാണ് ഇത്ര വൈകിയതെന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാനായിക്കോട്ടെ. ഞാൻ ഇതൊരു ഉൽപ്പന്നമായി തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. എന്നിലുള്ള ഈ ഒരു അറിവ്, അല്ലെങ്കിൽ ഈ ഒരു കലാസൃഷ്ടിപരമായിട്ടുള്ള ആ ഒരു കഴിവ് ഒരു ഉൽപ്പന്നമായി പുറത്തേക്ക് വന്നത് ഈ വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ആ കാലയളവ്? 1-2 വർഷമേ അത്ര ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോഴാണ് ഇപ്പൊ മനസ്സുകൊണ്ട് ഒന്ന് ഓക്കെ ആയി, ഒന്ന് ഒരു ധൈര്യം വന്നു, ഇനി ഇതിലേക്ക് ഒന്ന് ഇറങ്ങാന്നുള്ള രീതിയിൽ. വളരെ വൈകും തോന്നുന്നു, പ്രായം 50ആയി. അതൊന്നുമല്ല, പ്രായത്തിലൊന്നുമല്ല. നമ്മൾ മനസ്സ് വിചാരിക്കുക, നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ മനസ്സ് വിചാരിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രായം അതിനൊരു തടസ്സമേ അല്ലല്ലോ. പിന്നെ അഭിനയത്തിനാണെങ്കിലും എല്ലാ പ്രായക്കാർക്കും ഇല്ലേ, എല്ലാ പ്രായക്കാരും ചേരുന്നതാണല്ലോ ഒരു സിനിമയിൽ. പല കഥാപാത്രങ്ങളല്ലേ വരുന്നത്. അതുകൊണ്ട് ആ ഒരു പോസിബിലിറ്റി അതവിടെ ഉണ്ട്. പിന്നെ പാട്ടുകൾ എഴുതുന്ന രീതി, അത് ഇപ്പോൾ എന്നിട്ട് ഏതെങ്കിലും സീരിയലുകാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാക്കാർക്കോ ചേട്ടൻ എഴുതിയ ഏതെങ്കിലും പാട്ടുകൾ അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഞാൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, നമ്മുടെ തൃശ്ശൂരുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടല്ലോ, ഇപ്പോൾ അടുത്തിടെ ഒരു താടിയൊക്കെ, മോഹൻ സിത്താര, സാറിനെ കാണുന്നതിന് വേണ്ടി സാറിൻ്റെ ഒരു സ്ഥാപനം തൃശ്ശൂർ, പിന്നെ ഒരു മ്യൂസിക് അക്കാഡമി ഉണ്ട്, വലിയ ബൃഹത്തൊന്നുമല്ല. അവിടെ പോയിരുന്നു. അപ്പോൾ സാർ അവിടെ ഇല്ലായിരുന്നു. സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ സാറ് ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ സിനിമാടം മുകേഷ് നമ്മുടെ ഒരു അകന്ന ബന്ധുവാണ്. പുള്ളിയോടൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകള് അവരുടെ ഒരു ബന്ധുവാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അങ്ങനെ സിനിമ ഫീൽഡിൽ ചെറിയൊരു ബന്ധമുണ്ട്. നമ്മളിവരോടൊന്നും, അവരെവിടെ നിൽക്കുന്നു നമ്മളവിടെ നിൽക്കുന്നു, നമ്മൾ അവരോടൊന്നും കാര്യങ്ങൾ പറയാനൊന്നും പോയിട്ടില്ല. പിന്നെ ഈ അടുത്തിടെ ഞാൻ മാഡത്തോട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കഥകളും കവിതകളും മാതൃഭൂമി പബ്ലിക്കേഷനിലൂടെ 2 പുസ്തകങ്ങളായിട്ട് അച്ചടിച്ച് വരുന്നതിന് വേണ്ടി അവർക്കിത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ച് അവർക്കത് പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ളതാണെന്ന് അവർക്ക് ഉത്തമ ബോധ്യം വരികയാണെന്നുണ്ടെങ്കിൽ അവരത് പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ എടുക്കും. പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ ഞാനൊരു ഗവൺമെൻറ് സർവൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ അനുമതി, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി വേണം. അപ്പോൾ അവരത് അംഗീകരിക്കുകയാണെങ്കിൽ, അവർ അത് തിരഞ്ഞെടുത്ത് പ്രസിദ്ധീകരിക്കാമെന്ന് നമ്മളെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് അനുമതി വാങ്ങിച്ചിട്ട് അത് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങും. ഓക്കെ, കഥകൾ എത്ര എഴുതിയിട്ടുണ്ട്? കഥകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, വലിയ ലെന്തി അല്ല. അതൊരു ഞാൻ കൃത്യമായിട്ട് എണ്ണിയിട്ടില്ല, എന്നാലും ഒരു 10-15 ഒക്കെ കാണും എഴുതിയിട്ടുണ്ട്. ഈ കവിതകളാണെങ്കിലും കഥകളാണെങ്കിലും ചേട്ടൻ എഴുതുമ്പോൾ കൂടുതലായിട്ടും എന്ത് ഭാവമാണ് കൂടുതലും വരുന്നത്? ഈ യങ്സ്റ്റേഴ്സ്, ചെറുപ്രായക്കാരെ, യുവാക്കളെ ഉദ്ദേശിച്ചുള്ള സ്നേഹം, പ്രേമം, അതൊക്കെ തന്നെയാണ് കവിതകളിലൂടെ എല്ലാം ഉണ്ട്. അതാണ് ഏറ്റവും
കൂടുതലായിട്ടും എഴുതി വരുമ്പോൾ അവിഭാജ്യ ഘടകം. ഓക്കെ. കഥകളിലാണെങ്കിലോ? കഥയിലും കവിതയിലും എല്ലാം ഞാൻ എല്ലാം അങ്ങനെയാണ്. എങ്ങനെ എഴുതാൻ നോക്കിയാലും അത് കയറി വരും. കയറി വരും. ഓക്കെ. അപ്പൊ മൊത്തത്തിലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് എല്ലാം അത് വരുന്നത്. നമ്മൾ എത്ര വേറൊരു രീതിയിൽ എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ലവ് എന്നുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി നമുക്ക് മറ്റൊരെണ്ണം എഴുതാമെന്ന് കണ്ടാലും അതാണ് നമ്മുടെ വരികളിൽ അല്ലെങ്കിൽ എഴുത്തിൽ അത് എഴുതുമ്പോൾ ഇതിലേക്ക് വരും. പ്രതിഫലിക്കും. അപ്പൊ ചേട്ടൻ ഒരുപക്ഷെ നല്ല റൊമാൻറ്റിക് ആയിരിക്കും. അതുകൊണ്ടാണ് എന്തൊക്കെ അതെ, ചെയ്താലും അത് എഴുതിയാലും. സ്നേഹവും പ്രേമവും എന്ന് പറയുന്നത് മനുഷ്യനുള്ളിടത്തോളം കാര്യം എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. മനുഷ്യന് മാത്രമല്ല, ഉറുമ്പിലുണ്ട്, അതെ. ചെടികളിലുണ്ട്, എല്ലാത്തിലും ഈ സ്നേഹമെന്ന് പറയുന്ന ഘടകം ചിലർ പറയും സ്നേഹം അതെൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. അപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടൻ ആ ഒരു ടൈപ്പിലല്ല. ചേട്ടൻ ഉള്ള സ്നേഹം അത് പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടത്തിലാണെന്ന് തോന്നുന്നുണ്ട്. സ്നേഹം ഇപ്പം ഒരു ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 22ാമത്തെ വയസ്സിൽ ട്യൂട്ടോറിയൽ അധ്യാപകനായിട്ട് കടന്നു വന്നു. ട്യൂട്ടോറിയൽ അധ്യാപകനായിട്ട് ഒരു നീണ്ട വർഷക്കാലം. അന്ന് ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ചെയ്യാതാണ് ഈ അധ്യാപക രംഗത്തേക്ക് എത്തുന്നത്. പക്ഷെ പഠിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. കാര്യം എൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങൾ പലരും അധ്യാപക വൃത്തിയിൽ വ്യാപൃതരായി മുന്നോട്ട് പോകുന്നവരുണ്ട്. അവരുടെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു പാരമ്പര്യമായ ഒരു അധ്യാപന രംഗത്തുള്ള പോകാനുള്ള ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പാട്ടിലും സാഹിത്യത്തിലും ഒക്കെ ഉള്ള കഴിവ്, പാട്ട് പാടും ഞാൻ. അത് കഴിവെന്ന് പറഞ്ഞാൽ അമ്മയുടെ ബന്ധത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ എഴുത്ത് എൻ്റെ ഒരു അമ്മാവൻ്റെയും അപ്പച്ചിയുടെയും മോനുണ്ട്. അവർ ആ പറഞ്ഞ വ്യക്തിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവനായിട്ട് വരും, അമ്മ അപ്പച്ചിയായിട്ടും വരും. അപ്പോൾ അത് ഏത് ബന്ധത്തിൽ നിന്ന് വന്നതെന്ന് നമുക്ക് പറയാം. അച്ഛനിൽ നിന്ന് വന്നതാണോ അമ്മയിൽ നിന്ന് വന്നതാണെന്ന് പറയാൻ പറ്റത്തില്ല. അവനും ഇതുപോലെ സിനിമാ മോഹങ്ങളും എഴുത്തും മുന്നോട്ട് നീക്കിയതാണ്. എൻ്റെ ചിറ്റപ്പൻ്റെ ഒരു മകൻ, ഞാൻ പണ്ട് അവിടെ ആലപ്പുഴയാണ് വീട്ടിൽ ചെല്ലുമ്പം ഞാൻ വല്ലപ്പോഴും പാട്ട് കേൾക്കുന്ന ആളാണ്. അന്ന് അവിടെ ചെല്ലുമ്പം മുറി നിറയെ കാസറ്റുകളാണ്. ഒരു 2 കാർട്ടൺ നിറയെ, വലിയ കാർട്ടൺ നിറയെ അന്ന് കാസറ്റാണ്, ഈ ടേപ്പ് റെക്കോർഡിലിട്ട് കേൾക്കുന്നത് കാസറ്റ്. അവൻ എപ്പോഴും ഇതിൻ്റെ പിന്നാലെയായിരുന്നു, പാട്ട് കേൾക്കലായിരുന്നു. ആ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, പാട്ട് കേൾക്കുന്നതിൽ. പക്ഷെ പാടുന്നതിൽ അമ്മയുടെ ഹെറിറ്ററിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണത്. അങ്ങനെ 2 കൂട്ടരുടെയും പൈതൃക സ്വത്തിൽ നിന്നും ചിലതൊക്കെ അറിഞ്ഞും അറിയാതെയും എന്നിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഇത്രയും ഇപ്പം മനസ്സിൻ്റെ ഉള്ളിൽ ഇത്ര അധികം ആഗ്രഹം നിൽക്കുമ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത്, ഇപ്പം ഇതിലേക്ക് നമ്മളെ ആർക്കും അറിയില്ല. ഹരിപ്പാട് ഇങ്ങനൊരു ബൈജു എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, അദ്ദേഹം നല്ല കവിതകൾ എഴുതുമെന്നോ ഇതൊന്നും പുറം ലോകത്തിന് അറിയില്ല. അപ്പം നമ്മുടെ സിനിമയിലേക്ക് ഇപ്പോൾ ചേട്ടനെ എൻട്രി ചെയ്യണം എന്നുണ്ടെങ്കിൽ സാധാരണ എല്ലാവരും എന്താ ചെയ്യുക, കൂടുതലായിട്ടും അത്തരത്തിലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാൻ നോക്കും. മ്യൂസിക് ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ സിനിമയായിട്ട് ബന്ധമുള്ള പ്രൊഡക്ഷൻ ടീമിനെ എങ്ങനെയെങ്കിലും ഒന്ന് മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരറിയാനുള്ള ശ്രമങ്ങൾ നടത്തും. അതെ. അപ്പം എന്തുകൊണ്ടാണ് ഇതുവരെ വേറൊരു മ്യൂസിക് ഡയറക്ടേഴ്സിനെ കാണാനോ ഒന്നും ശ്രമിക്കാതിരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നമ്മുടെ വിനി ശ്രീനിവാസൻ ചേട്ടനെ കൊണ്ട് ഞാനൊരു പാട്ട് പാടിച്ചിരുന്നു. ഈ അടുത്തിടെ ചെന്നൈയിലായിരുന്നു അതിൻ്റെ റെക്കോർഡിങ്. ഞാനാണ് അതിൻ്റെ വരികൾ ഗാനരചന നടത്തിയിട്ടുള്ളത്. എറണാകുളത്ത് ഉള്ള ഒരു സ്റ്റുഡിയോയിലായിരുന്നു അത് നടന്നത്. അവർ കോതമംഗലത്തുള്ള 2 ചെറുപ്പക്കാരായിട്ടുള്ള സുഹൃത്തുക്കളും ഉള്ള 2 വ്യക്തികളാണ് മ്യൂസിക് ഡയറക്ടേഴ്സ്. ചെറുപ്രായമാണ് അവർ ഈ മേഖലയിലേക്ക് നിൽക്കുന്നെങ്കിലും അവരുടെ ഒരു വലിയൊരു ടാർഗറ്റിലുള്ളൊരു ആദ്യ സംരംഭമായിരുന്നു. അങ്ങനെ വിനീത് ചേട്ടനെ കൊണ്ടൊരു പാട്ട് പാടിച്ചു. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതും ഇതുപോലെ റിലീസ് ചെയ്യണമെന്നുണ്ട് ഉടൻ തന്നെ. അതും ഒരു ചെറിയ ഫങ്ഷൻ പോലെ നടത്തി റിലീസ് ചെയ്യണമെന്നുള്ള ആഗ്രഹവും മോഹമുണ്ട്. അതിനു ഞാൻ തിരക്കിയപ്പോൾ പെർമിഷൻ വേണമെന്ന് പറയും. നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് സാമ്പത്തികമായ നേട്ടം ഇതിൽ നിന്ന് ഉണ്ടെന്ന് കണ്ടുകൊണ്ട് ആരെങ്കിലും ഒരു പരാതി നൽകിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് സർവൻറ്റിന് അദ്ദേഹത്തിന് ആ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന
വേതനം മാത്രമേ, അതല്ലാതെ മറ്റൊരു തൊഴിലിൽ നിന്നും ലോട്ടറി കച്ചവടം ഏതാണ്ടൊക്കെ നടത്താമെന്ന് തോന്നുന്നു. അത് അങ്ങനെ കണ്ടുണ്ട്, അങ്ങനെ കണ്ട് ഏതാണ്ടുണ്ട്. അത് ഏതോ പ്രത്യേക ഒരു കാറ്റഗറിക്കാണ് അങ്ങനെ കണ്ട് ചെയ്യാമെന്ന് തോന്നുന്നു. അല്ലാതെ ഒരു ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ജോലിയെ ബാധിക്കും. ഓ, അപ്പോൾ അതിനും പെർമിഷൻ വാങ്ങണം. ഓക്കെ. അല്ലെങ്കിൽ ഇതിൽ നിന്നും ലീവ് എടുത്ത് വേണം. ലീവ് എടുത്താലും പറ്റത്തില്ല. ലീവ് എടുത്താലും നമ്മൾ ആൾറെഡി നമ്മൾ ഇതിലുണ്ടല്ലോ, സർവീസിലുണ്ടല്ലോ. സർവീസിലിരിക്കുന്ന ഒരാൾക്ക് പക്ഷേ അല്ലെ സർവീസിൽ നിന്ന് പുറത്തു പോകണം, അല്ല അഭിനയിക്കാം, നമുക്ക് ലീവ് എടുത്ത് പോവാം വിത്ത് പെർമിഷനോട് കൂടി ലീവ് എടുത്ത് പോവാം. ഓക്കെ. അതിന് പെർമിഷൻ വേണം, ചുമ്മാ നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോഴുള്ള രീതി എന്ന് വെച്ചാൽ, ഇങ്ങനെ ചിലർ ഒരുപാട് ഡോറുകൾ മുട്ടുന്നുണ്ടാവും, പക്ഷെ എന്നിട്ടും ഒരു ചാൻസ് കിട്ടുന്നില്ല. എന്നാൽ ഇപ്പം ചേട്ടൻ്റെ മനസ്സിലുള്ള പോലെ ഒന്ന് സമൂഹത്തിൽ എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, അറിയണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇന്നിപ്പം ഏറ്റവും ഈസി ആയിട്ട് നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. എല്ലാവരും ഒരു ഫോണിലൂടെ തന്നെ നമ്മൾ എന്താണോ എന്താണോ ചെയ്യുന്നത് അത് സംഭവം ചെയ്ത് റീൽസ് ആയിട്ട് ഇട്ട് അങ്ങനെ ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ ഇന്ന് വളരെയധികം ഈസിയാണ്, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു വഴി എന്തുകൊണ്ട് ചേട്ടൻ ട്രൈ ചെയ്തില്ല? ഞാൻ ഫേസ്ബുക്കിൽ സാധാരണ ഈ കഥകളും കവിതകളും ഇടാറുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കഥകളും കവിതകളിലും ചിലതൊക്കെ ഈ പബ്ലിക്കേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ പിന്നീട് അതിൽ കിടന്നു കഴിഞ്ഞാൽ അതൊരു ശരിയായ രീതിയല്ല. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് അതെല്ലാം മാറ്റി ഡിലീറ്റ് ചെയ്ത്, പിന്നെ റീസെൻ്റായിട്ട് 1-2 കണ്ടിട്ടുള്ളതേ ഉള്ളൂ. വേറെ ഇടയ്ക്ക് ഞാൻ പബ്ലിക്കേഷന് കൊടുക്കാത്തത് 1-2-3 കണ്ടൊക്കെ ഉള്ളതില്ല, അതേ ഉള്ളൂ. അല്ലാതൊന്നും അതെല്ലാം അതെന്തിനാ മാറ്റുന്നത്? കാരണം അതങ്ങനെ കിടന്ന് പിന്നെയും പിന്നെ നിരന്തരം ഇട്ടാലല്ലേ ഫേമസ് ആവുള്ളൂ. അതല്ല, പിന്നെ നമ്മൾ പബ്ലിക്കേഷന് കൊടുത്തു കഴിഞ്ഞു, അവരൊരു പുസ്തകമായി പുറത്തു വരുമ്പോൾ ഇത് ആൾറെഡി വായിച്ചതാണെങ്കിൽ അതിൻ്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ട രീതിയിലുള്ള സെയിൽ കിട്ടത്തില്ല. അതിൽ കൊടുത്തത് ഇതിൽ ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഓ, ഓക്കെ. അപ്പൊ പാട്ടുകൾ എഴുതുകയാണ്, പാട്ടുകൾക്ക് ഇതുവരെ ഈണം പകർന്നിട്ടില്ല. ഈണം പറയുന്നത് അത് പ്രത്യേക കഴിവാണ്, അത് ചെയ്തിട്ടില്ല. മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്നത് വേറൊരു തലമാണ്, വേറൊരു തലം. രചനാ വൈഭവമല്ല, ആ രചിച്ച വാക്കുകളുടെ കൂട്ടത്തെ ചിട്ടയാർന്ന ഒരു സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി തേന്മഴയായി വർഷിക്കുക എന്നുള്ളത് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കഴിവാണ്. അതിന് നമുക്കൊരു പങ്കുമില്ല. ഇപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് നൽകുന്ന മ്യൂസിക്കിനനുസരിച്ച് വേണം നമ്മൾ വാക്കുകൾ മെനയാൻ. പണ്ട് വയലാറൊക്കെ എഴുതുന്ന സമയത്ത് അവര് എഴുതി കൊടുക്കുന്ന എന്നിട്ടാണ് ഈണം പകർന്നിരുന്നത്. ഇപ്പോഴും ചിലവരുടെ ഇടയിൽ നടക്കുന്നുണ്ട് അങ്ങനെ. കൂടുതലായിട്ടും ഇന്നിപ്പോൾ സംഗീതം ഇതായിരിക്കും, കാരണം ഇന്നത്തെ പാട്ടുകളെല്ലാം അങ്ങനത്തെ തരത്തിലുള്ള പാട്ടുകളായതുകൊണ്ട് തന്നെ 2 സ്ഥലത്തോണ്ട് ഇരുന്നുകൊണ്ട് വേണേലും ചെയ്യാം. അത് ഇപ്പോഴത്തെ രീതികളും കാര്യങ്ങളും അതങ്ങനെ നിൽക്കുന്നു. ഓക്കെ, ശരി. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തതിന്റെ കാരണം ചേട്ടൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഇത്തരത്തിലുള്ള ഒരാൾക്കാർക്ക് ഇപ്പോൾ ചേട്ടൻ്റെ വരികൾക്ക് നല്ലൊരു മ്യൂസിക് ഡയറക്ടറിനെ കണ്ടുപിടിച്ച്, ഐ മീൻ സിനിമയിലുള്ളതെന്നുള്ളതല്ല, സാധാരണ നിങ്ങളുടെ നാട്ടിൽ തന്നെയാണെങ്കിലും ചേട്ടൻ്റെ വരികൾക്ക് നല്ലൊരു ഈണം പകരുന്ന ഒരാളെ കിട്ടുവാണെങ്കിൽ അങ്ങനെ അത് പ്രോപ്പറായിട്ടൊരു പാട്ട് എന്നിട്ട് ഒരാളെയും കൊണ്ട് പാടിപ്പിക്കുക, അല്ലെങ്കിൽ എന്നിട്ട് അതൊരു ആൽബമായിട്ട് ഷൂട്ട് ചെയ്യുക. എന്തുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ? അതായത് പിന്നെ വിനീത് ശ്രീനിവാസനെ കൊണ്ട് അദ്ദേഹം ആലപിച്ച് ഞാൻ ഗാനരചന നടത്തി, ബ്ലസൻ തോമസ്, ആരോമൽ എന്നീ സുഹൃത്തുക്കളായ 2 സംഗീത സംവിധായകരുടെ സൃഷ്ടിയായിട്ട് ഒരു പാട്ട് ഈ അടുത്തിടെ റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ്. ഒരു പാട്ടേ ഉള്ളൂ അതോ ഒറ്റപ്പാട്ട്? തീർച്ചയായിട്ടും അതൊരു ലവ് സോങ് തന്നെയാണ്. അത് ലവ് അല്ല, ലവ് ആണെന്ന് വേണേ പറയാം, ലവ് അല്ല, അത് ഡ്യുവറ്റും അല്ല, സോളോ ആണ്. അത് പിന്നെ നീലാകാശം നീലക്കുട ചൂടി ഒരുങ്ങിയ രാവിൽ എന്നാ തുടങ്ങും. നീലാകാശം അല്ല, എനിക്ക് പാടാൻ ഒട്ടും പറ്റില്ല. പാട്ട് പാടും, അല്ലല്ല പാട്ട് പാടാം. പാട്ടെന്ന് പറയുന്നത് ഇപ്പോൾ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി.
അത് ലിറിക്സ് എടുത്തെങ്കിലേ നമുക്ക് അത് പൂർണ്ണമായിട്ട് കുഴപ്പമില്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ച പാട്ട്. ചേട്ടൻ തന്നെ പാടി എഴുതിയ എഴുതിയ പാട്ട്. ഒരു പാട്ട്, ഒരു 4 വരി ഒന്ന്. ഇല്ല, അത് എനിക്ക് പാടാൻ ഞാൻ ലിറിക്സ് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കാറില്ല. ഓർമ്മയില്ല. ഒരുപാട് എഴുതുന്നതുകൊണ്ടേ ലിറിക്സ് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കത്തില്ല. വെക്കുന്നില്ല. ഇതിപ്പോൾ പ്രശസ്തമായ ജയചന്ദ്രൻ പാടിയ ഒരു അതെ, പാട്ടാണ്. പാട്ടാണ്. കളിത്തോണ്ടോ കള്ളിച്ചെല്ലമ്മ അങ്ങനെ കണ്ടൊരു പടത്തിൻ്റെ പാട്ടാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ നമ്മൾ ഇതെത്ര ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. കേട്ട് പഴകിയ പാട്ടാണ്. അത് പെട്ടെന്ന് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആൽബങ്ങൾ കൂടുതലായിട്ട് പാട്ടുകൾ സൃഷ്ടിക്കുക, പാട്ടുകൾ ആൽബങ്ങളിലൂടെ കൂടുതലായിട്ട് വരിക, എന്നിട്ട് സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് ആവുക, അതിൻ്റെ കൂടെ ബുക്ക് പബ്ലിഷ് ചെയ്ത് വരിക, കവിതകൾ പബ്ലിഷ് ചെയ്ത് വരിക, അങ്ങനെ ഒന്ന് അറിയപ്പെടുക. അതെ അതെ, അല്ലേ? അതാണ് നമ്മുടെ അതാണ് ഇപ്പം ലക്ഷ്യം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും യാതനകളും അച്ഛൻ രോഗശയ്യയിലായതിനു ശേഷം അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ ആ സൂചിപ്പിച്ചിരുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജ് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ലായിരുന്നു. കാര്യം നാണക്കേടോ നാണമോ ഒന്നുമല്ലായിരുന്നു. ഈ ഒറ്റ മുണ്ട്, ആ ഒറ്റ മുണ്ടിനൊരു അടയാളമുണ്ട്. ആ അടയാളം എന്ന് പറയുന്നത്, അച്ഛൻ സ്ട്രോക്ക് വന്നാണ് മരിക്കുന്നതെങ്കിലും അച്ഛൻ്റെ പിന്നെ ഒരു പൈൽസ് അല്ല, പിസ്റ്റുല എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഡോക്ടർ സർജറി ചെയ്തിട്ട് ആ മുറിവ് പൊറുക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ഈ പഴുപ്പ് ചെറിയ രീതിയിൽ വരുമായിരുന്നു. അപ്പം ഞാനാണ് അതെല്ലാം ക്ലിയർ ചെയ്തത്. അപ്പോൾ അച്ഛൻ ഉടുത്തിരുന്ന ഒരു മുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ പഴുപ്പിൻ്റെ കണങ്ങൾ പറ്റിയിട്ട് അതിലൊരു പാടുണ്ട്. ആ മുണ്ട് വെള്ളത്തിലിട്ട് കഴുകി തേച്ചാണ് ഞാൻ ഉടുത്തുകൊണ്ട് പോയിരുന്നത്. അപ്പോൾ ആ പാട് എന്നും എഴുന്നേറ്റ് ഞാൻ കോളേജ് ക്ലാസ്സിൽ നിന്ന് പോവുകയാണെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ ഇവ സ്ഥിരമായിട്ട് ഇത് തന്നെയാണല്ലോ, ഇവൻ്റെ മുണ്ടിൽ എന്താണ് ഈ പാട്, സത്യമാണ്, യാഥാർത്ഥ്യമാണ് ഈ പറയുന്നത്. അത് കാണുമെന്നുള്ള കാരണത്താൽ ഞാൻ കോളേജ് ക്ലാസ്സുകളിൽ നിന്ന് അങ്ങനെ വലുതായിട്ട് ഇറങ്ങാറില്ല. പിന്നെ പാൻസ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ, പാൻസ് ഉണ്ടായിരുന്നു, പാൻസ് ഇട്ടുകൊണ്ട് പോകുമ്പോഴായിരുന്നു ഇറങ്ങുന്നത്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ പിള്ളേരെല്ലാം ഓരോ ദിവസവും ഓരോ രീതിയിൽ മണിക്കൂറിൽ വേഷവിധാനങ്ങൾ മാറുന്ന രീതിയിലാണ് അവർക്ക് അതിനുള്ള സാമ്പത്തിക ഭദ്രതയും കാര്യങ്ങളും ഉണ്ട്. നമുക്കും അതുപോലെ ഒരുങ്ങണമെന്നും പോകണമെന്നും നടക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ സാമ്പത്തിക പരാധീനത കാരണം നമുക്കതിന് സാധിച്ചില്ല. മനസ്സിലായി? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മുണ്ടെടുത്തുകൊണ്ട് പോകുന്ന ദിവസം നമ്മൾ പാൻറ്റ് കഴുകിയിടുമ്പോൾ മുണ്ടേ കാണത്തുള്ളൂ. മുണ്ടെടുത്തുകൊണ്ട് പോകുമ്പോൾ അത് പുറം ലോകം കാണുമെന്നുള്ള ആ ഒരു വ്യഥയിൽ, അല്ലെ ഒരു മാനസിക വിഷമത്തിൽ, ലജ്ജയിൽ പുറത്തേക്ക് ഇറങ്ങത്തില്ലായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ള, അച്ഛൻ 17-ാമത്തെ വയസ്സിൽ മരിച്ചു എന്ന് പറഞ്ഞു. മരിച്ച അവസരത്തിൽ ആചാരപ്രകാരം കർമ്മങ്ങൾ ചെയ്യാൻ അന്ന് കർമ്മം ചെയ്ത കർമ്മി എന്നോട് അന്ന് മുണ്ടല്ല ഉടുത്തിരുന്നത്, വസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് തോർത്തെടുക്കാൻ പറഞ്ഞു. വെള്ളത്തോർത്ത് കൊടുക്കാൻ പറഞ്ഞു. വെള്ളത്തോർത്തെടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ അച്ഛനും ചായക്കടയുണ്ടായിരുന്നു, ചായക്കടക്കാരുടെ തേയിലസഞ്ചി പോലെ ആയിപ്പോവും. അപ്പം അതുകൊണ്ട് ഒരു അടിവസ്ത്രം വേണം ഇടാൻ. എൻ്റെ കയ്യിലുള്ള അടിവസ്ത്രം എന്ന് പറയുന്നത് കീറി ഒന്നായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരാളോട്, ഞാൻ ഒരു അമ്മാവൻ്റെയും അപ്പച്ചിയുടെയും മകൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവനോട് പറഞ്ഞു കാര്യം, എനിക്ക് ഒരു ജട്ടി വേണമെന്ന്. അവനത് കൊണ്ടു തന്നു. അവൻ കൊണ്ടു തന്നെന്ന് പറഞ്ഞാൽ ആ ജട്ടി ഞാൻ എടുത്തിട്ടു. പക്ഷെ ഞാൻ എപ്പോഴും ഏത് തുണി വാങ്ങിച്ചാലും, ഉടുപ്പായാലും പാൻസായാലും ഇന്നർവിയർ ആണേലും എല്ലാം കഴുകിയിട്ട് തേച്ചിട്ടേ ഉപയോഗിക്കത്തുള്ളൂ. ഇതവൻ കൊണ്ടുവന്നു, ഞാനത് എടുത്തിട്ടു, ധരിച്ചു, ഈ കർമ്മങ്ങളെല്ലാം ചെയ്തു, നനഞ്ഞിതായിട്ടാണ് ചെയ്തത്. എനിക്കിന്നും അതിൻ്റെ പാടുകളുണ്ട്. ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി. ആ ഇൻഫെക്ഷൻ ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് വേണം യാഥാർത്ഥ്യമായി, ഒരു സത്യസന്ധമായി പറയാൻ. അത്ര സാമ്പത്തിക ബുദ്ധിമുട്ടും പരാധീനതകളും അനുഭവിച്ചു. എന്നാൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ആൾക്കാർ സാമ്പത്തികമായി യാതൊരു കുഴപ്പവും ഉള്ളവരല്ല. എന്ന് പറഞ്ഞാൽ അവർ സഹായിക്കണമെന്നല്ല, ഞാൻ ഈ അവസരത്തിൽ ഇവിടെ സഹായിച്ചില്ലെന്നല്ല ഈ അവസരത്തിൽ വിട്ടിരുന്നുകൊണ്ട് പറയുന്നത്. അവരും ചെറിയ രീതിയിലൊക്കെ അവരെ കഴിയുന്നത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും
നിർവഹിച്ചുകൊണ്ട് പോകാൻ അവർക്ക് കഴിയത്തില്ല. അല്ലെ അതുപോലെ മനസ്ഥിതി ഉള്ളവരായിരിക്കണം. ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാനൊരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നത് ശരിയല്ല, പക്ഷേ എൻ്റെ ആ മനോവിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതും കൂടെ ഒന്ന് എനിക്ക് പുറത്ത് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇത്രയ്ക്കും ഒരു ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ചേട്ടൻ വർക്ക് ചെയ്തു, ഗവൺമെൻറ് നല്ലൊരു ജോലി കിട്ടി, ഇപ്പം എത്രയോ വർഷങ്ങളായിട്ട് ജോലി ചെയ്തു വരുന്നു. അങ്ങനെ ആദ്യ സാലറി കിട്ടിക്കഴിഞ്ഞപ്പോഴും പിന്നീട് അങ്ങോട്ടും പൈസയ്ക്ക് ഒരു പൈസയുടെ ദാരിദ്ര്യം എല്ലാം മാറി എന്ന് ചേട്ടൻ പറഞ്ഞല്ലോ. മനസ്സ് അതുകൊണ്ടാണല്ലോ കവിതയിലേക്ക് ഇറങ്ങിയത്. മനസ്സ് തണുത്തു, മനസ്സിൽ ശാന്തമായി. അപ്പോൾ ആ ഒരു സമയത്ത് ആവശ്യത്തിനും അത്യാവശ്യത്തിനും എല്ലാത്തിനും പൈസയുണ്ട് അല്ലേ? പിന്നീടുള്ള ജീവിതം അപ്പം എങ്ങനെയായിരുന്നു? ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ വാങ്ങുക, ആ കൊതി തീർക്കുക, ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെയാണോ? അല്ല, പറയുകയാണെങ്കിൽ ഉടുപ്പ് ഏതിടണമെന്ന് അറിയാത്ത തരത്തിലുണ്ട്. അത്രയുണ്ട്. ആ ആഗ്രഹം പൈസ കിട്ടിയപ്പോൾ എല്ലാം വാങ്ങിക്കൂട്ടി അല്ലേ? നമുക്ക് ഒരുപാട് ശമ്പളമൊന്നുമില്ല, വലിയ ഉദ്യോഗസ്ഥനൊന്നും അല്ല. മനസ്സിലായി. എന്നാലും എങ്കിലും ഉള്ള ഇതില് ഉടുപ്പ് ഇപ്പം ഏതിടണമെന്ന് അറിയാത്ത തരത്തിൽ ഉടുപ്പുകളുണ്ട്. ഇന്നർ വിയറും അതുപോലുണ്ട്. ഒരാഴ്ചയിൽ ഒരു ദിവസം 2 എണ്ണം വീതം ഇട്ടുകൊണ്ട് പോകുന്ന തരത്തിലുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, ഒരു ചെരുപ്പിന് ബുദ്ധിമുട്ടിയ കാലം ഉണ്ടായിരുന്നു. ചെരുപ്പിൽ മുട്ടുസൂചി തറച്ചുകൊണ്ട് പോയ ഒരവസരമുണ്ട് എൻ്റെ സഹോദരിയുടെ വാസ്തുബലി കർമ്മത്തിന്. വാസ്തുബലി കർമ്മം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ ഹൗസ് വാമിങ് അതിന് പോയത്. എൻ്റെ ഒരു വല്യച്ഛൻ്റെ മകളുടെ ഗൃഹപ്രവേശനത്തിന് പോയപ്പോൾ ഞാൻ ഇട്ടിരുന്ന ചെരുപ്പ് അതിൻ്റെ ഈ സ്ട്രാപ്പുകൾ ഊരിയിട്ട് അതിൽ ആരും അറിയാതെ മുട്ടുസൂചി തറച്ച് ഇങ്ങനെ വളച്ച് വെച്ച് പോയി. അവിടെ ചെല്ലുമ്പോൾ ഇത് കാലിങ്ങനെ അനങ്ങുമല്ലേ ഇരുന്ന്, അത് ഇളകിപ്പോയി. പക്ഷേ എന്നെ പലപ്പോഴും ആ ചേച്ചി, ഞാൻ ചെന്ന്, അവർ അധ്യാപികയാണ്, എൻ്റെ വീടിനടുത്ത് തന്നെ ആ സ്കൂൾ, ഞാൻ ചെന്ന് പറയും എനിക്ക് ഒരു 200 രൂപ വേണം. അന്ന് 200 രൂപയൊക്കെ വലുതാണ്. 200 രൂപ വേണം, അല്ല 100 രൂപ. ആ സെക്കൻഡിൽ വേറെ വല്ലവരുമാണ്, നീ എന്തിനാണ്, എന്താവശ്യത്തിനാണ് എന്ന് ചോദിക്കും. ഇപ്പം എൻ്റെ കയ്യിലില്ല, വൈകിട്ട് അങ്ങോട്ട് പോവാ, ഇല്ല പിന്നെ തരാം. ആ സെക്കൻഡിൽ പുള്ളിക്കാരിയുടെ കയ്യിലില്ലെങ്കിൽ അടുത്തുള്ള ടീച്ചേഴ്സിനോട് വാങ്ങിച്ച് എനിക്ക് തരുമായിരുന്നു. അപ്പോൾ ചെരുപ്പിനും അതുപോലെ തന്നെ മുണ്ടിനും ഇന്നർ വിയറിനും ഒരു നേരത്തെ ഭക്ഷണത്തിന്, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, തെങ്ങേ കയറിയിട്ടുണ്ട് ഞാൻ. തെങ്ങേൽ അത് ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയാം. തെങ്ങിന് കൊത വെട്ടും, കേട്ടിട്ടുണ്ടോ മാഡം? കേട്ടിട്ടുണ്ട്. അതായത് ഈ തെങ്ങിൻ്റെ ഈ കുറച്ച് ഭാഗം ചെത്തിയിട്ട് ഈ തെങ്ങേ കയറ്റക്കാർക്ക് കാലതിൽ പതിപ്പിച്ച് കയറി പോകാൻ വേണ്ടി വെക്കും. അപ്പോൾ അതേ ഞാൻ ഇങ്ങനെ കൊച്ചു പിള്ളേരായതുകൊണ്ട് അന്ന് തത്തിത്ത് കയറിയിട്ട് കരിക്കടത്തിയിട്ട് തൊട്ട് പടിഞ്ഞാറത്ത് താമസിക്കുന്നത് ബന്ധുവീടാണ്. അവരുടെ ഒരു വലിയ വീട്, പഴയ ഒരു വലിയ വീടാണ്. അപ്പോൾ അതിങ്ങനെ ആ വസ്തു നിറയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് അതിൻ്റെ പോർഷനുണ്ട്. അപ്പോൾ അവർ കേൾക്കും നാണക്കേട്, ഇവൻ രാത്രി കയറി തേങ്ങ ഇടുന്നത് കേട്ടാൽ നാണക്കേടെന്നുകൊണ്ട് കരിക്ക് കടിച്ചു പിടിച്ചുകൊണ്ട് ആ തെങ്ങിൽ നിന്ന് ഇരുട്ടത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് ഇറങ്ങി വിശപ്പകറ്റിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അമ്മയോ ഞാനോ ഒരിക്കലും ആ കാര്യം പുറത്ത് വിട്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് യാതനകൾ അനുഭവിച്ചു പോകണം. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും സർക്കാർ, എനിക്ക് ചില പരിമിതികളുണ്ട്. സർക്കാർ സർവീസിൽ നിന്നുകൊണ്ട് കലാ സാഹിത്യ മേഖലകളിൽ പ്രശോഭിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതികളെയെല്ലാം അതിജീവിച്ചുകൊണ്ട്, അതായത് ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയോടുകൂടി ജോലിയിൽ തുടർന്നുകൊണ്ട് കലാ സാഹിത്യ മേഖലകളിൽ ഒരു കാൽവെപ്പ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണം നല്ല രീതിയിൽ നടത്തണമെന്നുള്ള ഒരാഗ്രഹമാണ്. അതിനെൻ്റെ മൺമറഞ്ഞു പോയ എൻ്റെ മാതാപിതാക്കളും എൻ്റെ സുഹൃത്തുക്കളും എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ടും അതിലുപരി ഈശ്വരൻ്റെ ഒരു കൃപാകടാക്ഷവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ, പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ മനസ്സിലുള്ള ആ മോഹങ്ങളെല്ലാം ഇവിടെ ഈ വേദിയിൽ തുറന്നു വെക്കുന്നു അല്ലേ? എന്തായാലും ഉണ്ടാവും ചേട്ടാ ആ മനസ്സിൽ ഇത്രയും വലിയൊരു ആഗ്രഹം. കാരണം ചേട്ടൻ്റെ ലൈഫിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ കുറച്ച് സമയം വിഷമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ വിഷമങ്ങൾ മാറ്റാനുള്ളത്, അതെ, അതിനുള്ളത് ദൈവം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാനും പലപ്പോഴും പറയാറുള്ളതാണ്, എഴുതാറുള്ളതാണ്,
ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. അതെ, സുഖം മാത്രമായി ഒരിക്കലും തരത്തില്ല, ഉണ്ടാവില്ല. ദുഃഖം മാത്രമായി തരത്തില്ല. ഉണ്ടാവില്ല. സുഖം മാത്രം നൽകിയാൽ അവൻ അഹങ്കരിച്ച് അവൻ്റെ കൂടപ്പിറപ്പുകളെയും സമൂഹത്തെ ഇല്ലായ്മ ചെയ്യും. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അവൻ അറിയാൻ വയ്യാതെ വരും. ദുഃഖം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരുത്തനെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നതിന് തുല്യമാണ് ഈശ്വരൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൊടുത്തിട്ട് അവനെ സമൂഹത്തിൽ ഒരു നല്ല ജീവിയായി, നല്ല സ്വഭാവമുള്ള, മറ്റുള്ളവരെ സഹജീവികളെ ഒരു സഹതാപവും സ്നേഹവും അവനിൽ ഉണ്ടാകാനുള്ള ഒരു പ്രേരിത ശക്തിയായി അവനെ മാറ്റുന്നതിന് വേണ്ടി സുഖസമ്മിശ്രമായ ഒരു ജീവിതമേ ഒരു മനുഷ്യന് ദൈവം നൽകാറുള്ളൂ. അങ്ങനെ ചേട്ടൻ്റെ ദുഃഖങ്ങൾ ഇപ്പം ഈ ഒരു കാര്യത്തിൽ പാട്ടിലേക്കുള്ള ഒരു ദുഃഖമാണ് ഇനിയിപ്പോൾ ഉള്ളത് ശേഷിക്കുന്നത്. ആ ദുഃഖം മാറ്റി ആ ഒരു രീതിയിലും മനസ്സിലാഗ്രഹിക്കുന്ന പോലത്തെ നല്ല നല്ല പാട്ടുകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കേട്ടോ? വളരെയധികം നന്ദി. ദൈവത്തിനോടും നന്ദി പറയുന്നു. താങ്ക് യു.